മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് 5000 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്നും ഉത്തരേന്ത്യയിലെ ചില ഉൾഗ്രാമങ്ങളിലും പുരാതന കോട്ടകളിലും ആളുകൾ ഒരു രൂപത്തെ ഭീതിയോടെ കാണാറുണ്ടെന്ന് പറയപ്പെടുന്നു. നെറ്റിയിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുമായി അലവൈക്കരഞ്ഞുകൊണ്ട് കാടുകളിലൂടെ അലയുന്ന ഒരു കൂറ്റൻ മനുഷ്യൻ. അത് മറ്റാരുമല്ല, ഗുരു ദ്രോണാചാര്യരുടെ പുത്രൻ അശ്വത്ഥാമാവ്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന നാളുകൾ തന്റെ പിതാവായ ദ്രോണരെ പാണ്ഡവർ അധർമ്മത്തിലൂടെ കൊലപ്പെടുത്തിയതറിഞ്ഞ അശ്വത്ഥാമാവ് പ്രതികാരദാഹിയായി മാറി. കൗരവപ്പടയിൽ അവശേഷിച്ച ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ആ രാത്രിയിൽ പാണ്ഡവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരെ വധിക്കുമെന്ന് അശ്വത്ഥാമാവ് ശപഥം ചെയ്തു. യുദ്ധനിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അശ്വത്ഥാമാവ് രാത്രിയിൽ പാണ്ഡവ കൂടാരത്തിൽ കടന്നുകയറി. എന്നാൽ അവിടെ ഉറങ്ങിക്കിടന്നത് പാണ്ഡവരല്ല, അവരുടെ മക്കളായ ഉപപാണ്ഡവരായിരുന്നു. കോപത്താൽ കണ്ണു മഞ്ഞളിച്ച അശ്വത്ഥാമാവ് ആ 5 കുഞ്ഞുങ്ങളെയും നിഷ്കരണം വധിച്ചു. പാണ്ഡവ വംശത്തെ തന്നെ ഇല്ലാതാക്കാൻ അദ്ദേഹം ഗർഭസ്ഥ ശിശുവായിരുന്ന പരീക്ഷത്തിന് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഇത് കണ്ട് കുപിതനായ ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിനെ തടഞ്ഞു. പാണ്ഡവ വംശത്തെ രക്ഷിച്ച കൃഷ്ണൻ അശ്വത്ഥാമാവിന് നൽകിയത് ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു, മരണമില്ലാത്ത ശിക്ഷ. ഭഗവാൻ കൃഷ്ണൻ അശ്വത്ഥാമാവിന്റെ നെറ്റിയിലുണ്ടായിരുന്ന ജന്മസിദ്ധമായ മണിബലമായി പറിച്ചെടുത്തു. കൃഷ്ണൻ ഇപ്രകാരം ശപിച്ചു: നീ കാമക്രോധങ്ങളാൽ ഈ ക്രൂരത ചെയ്തു, അതിനാൽ ലോകാവസാനം വരെ നീ ഈ ഭൂമിയിൽ അലഞ്ഞുതിരിയും. നിനക്ക് മരണമുണ്ടാകില്ല. നിന്റെ ശരീരത്തിലെ മുറിവുകൾ ഒരിക്കലും ഉണങ്ങില്ല. അതിൽ നിന്ന് എപ്പോഴും ചോരയും ചീപ്പും ഒലിച്ചുകൊണ്ടിരിക്കും. മനുഷ്യർക്കിടയിൽ ജീവിക്കാൻ നിനക്ക് കഴിയില്ല. കാടുകളിലും വിജനമായ സ്ഥലങ്ങളിലും നീ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരും. കാലങ്ങൾ കടന്നുപോയി. ഇന്നും മധ്യപ്രദേശിലെ അസീർഗഡ് കോട്ടയിലെ ശിവക്ഷേത്രത്തിൽ പുലർച്ചെ ആരോ പൂക്കൾ അർപ്പിക്കാറുണ്ടെന്നും അത് അശ്വത്ഥാമാവാണെന്നും വിശ്വസിക്കപ്പെടുന്നു. മെത്തിയിലെ മുറിവ് മാറ്റാൻ എണ്ണ ചോദിച്ചുകൊണ്ട് കാട്ടാട്ടുവഴികളിൽ അശ്വത്ഥാമാവ് പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് അവിടുത്തെ ഗ്രാമീണർ ഇന്നും സാക്ഷ്യപ്പെടുത്തുന്നു. അശ്വത്ഥാമാവ് ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടോ, അതോ അതൊരു വെറും കെട്ടുകഥയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള പുരാണ രഹസ്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.